ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കണ്ടംപററി സ്റ്റൈലിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു വീടിൻ്റെ ഹോം ടൂർ വിശേഷങ്ങളാണ്. ഈ വീട് നിൽക്കുന്നത് രാമനാട്ടുകരയ്ക്കടുത്താണ്. 4 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള വീടാണിത്. ഇങ്ങനെ ഒരു ഹോം ടൂർ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്ന ഇൻഫർമേഷൻസ് എന്തൊക്കെയാണെന്ന് ആദ്യമേ പറയാം. ഈ വീട്ടിൽ ഉപയോഗിച്ചിട്ടുള്ള കളർ പാറ്റേണുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അല്പം സ്പേഷ്യസ് ആയിട്ട് നല്ല സൗകര്യത്തിൽ പണിത വീടാണ്. ഈ വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ പങ്കുവെക്കുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ സ്റ്റെപ്പുകൾക്ക് ഗ്രാനൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ലെപ്പോത്ര ഫിനിഷിൽ വരുന്ന ഗ്രാനൈറ്റ് ആണ്. ഫ്ലോറ് സാധാരണ നമ്മുടെ ഫ്ലോർ ടൈലുകൾ നൽകിയിരിക്കുന്നു. നീളത്തിൽ വരുന്നൊരു സിറ്റ് ഔട്ടാണ് ഈ വീട്ടിൽ നൽകിയിട്ടുള്ളത്. ഇവിടെയൊക്കെ പാസേജ് മാത്രമേ ഉള്ളൂ. സിറ്റിംഗ് വരുന്നത് ഈ ഭാഗത്താണ്. ഒരു സൈഡിലായിട്ട് ഇതേപോലെ നമുക്ക് സിറ്റ് ചെയ്യാനുള്ളൊരു 3 ചെയേഴ്സ് ഇവിടെ നൽകിയിട്ടുണ്ട്. വീടിനകത്തേക്ക് കയറുമ്പോഴാണ് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കാണാം. ഇനി നമുക്ക് വീടിൻ്റെ അകത്ത് എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് കാണാം. ഫ്രണ്ട് ഡോറിൻ്റെ ഡിസൈൻ തന്നെ വളരെ അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഒരു മോഡേൺ ഫീല്, ഡിസൈനറുടെ ടച്ച് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ഫീൽ ചെയ്യുന്ന തരത്തിൽ ഗ്രൂവ്സും വലിയ 2 ഹാൻഡിൽസൊക്കെ വരുന്ന തരത്തിലാണ് ഫ്രണ്ട് ഡോറ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. 2 ഭാഗത്തും വിൻഡോ വരുന്നുണ്ട്. അതായത് നമ്മൾ ലിവിങ് റൂമിലേക്ക് അല്ലെങ്കിൽ ഫോയർ സ്പേസിലേക്ക് എൻ്റർ ചെയ്യുന്ന ഭാഗം മൊത്തം ഒരു വുഡൻ കവറിങ് വരുന്ന തരത്തിലാണ് ഈ വീട്ടിൽ നൽകിയിരിക്കുന്നത്. സിറ്റ് ഔട്ടിൽ നിന്നും നമ്മൾ നേരെ കയറി വരുന്നത് ഈ വീടിൻ്റെ ഫോയർ സ്പേസിലേക്കാണ്. ഇവിടെ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ വലതു ഭാഗത്ത് ഈ വീടിൻ്റെ ലിവിങ് റൂമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. മോഡേൺ സ്റ്റൈലിലുള്ള സോഫ സീറ്റേഴ്സ് ഒക്കെയാണ് ലിവിങ് റൂമിൽ നൽകിയിട്ടുള്ളത്. എൻ്റെ ഇടത് ഭാഗത്ത് അപ്സ്റ്റെയറിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് നൽകിയിട്ടുണ്ട്. സാധാരണയിൽ വ്യത്യസ്തമായിട്ട് അല്പം വീതി കൂടിയിട്ടുള്ള സ്റ്റെയർ കേസ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് സംസാരിക്കാം. ആദ്യം നമുക്ക് ഈ വീട്ടിലെ ലിവിങ് റൂമിൻ്റെ ഡിസൈനിങ് എങ്ങനെയാണ്, സൈസ് എങ്ങനെയാണ് വരുന്നത്, ഈ കാര്യങ്ങളെല്ലാം സംസാരിക്കാം. ലിവിങ് റൂമിലേക്ക് കയറി വരുന്ന ഭാഗത്ത് തന്നെ പ്ലൈവുഡ് ഉപയോഗിച്ചിട്ടൊരു പാനലിങ് നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്ത് ഒരു ഡബിൾ ഹൈറ്റിൽ വരുന്ന വാളാണ്. ഇതിനെ മൊത്തത്തിൽ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ബ്ലാക്ക്, യെല്ലോ, ഒരു ലാമിനേറ്റ് കളർ കോമ്പിനേഷനാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. നല്ല ഭംഗിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് വാൾപേപ്പർ യൂസ് ചെയ്തിരിക്കുന്നു. 2 വാൾ ആർട്ടുകൾ യൂസ് ചെയ്തിരിക്കുന്നു. ഒരു നാച്ചുറൽ പ്ലാന്റ് നൽകിയിട്ടുണ്ട്. ലിവിങ് റൂമിൽ നല്ല രീതിയിൽ ലൈറ്റ് ലഭിക്കുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇവിടെ നന്നായിട്ട് വിൻഡോസ് കൊടുത്തിട്ടുണ്ടെന്നാണ്. 3 സിംഗിൾ വിൻഡോസ് ഇവിടെ നൽകിയിരിക്കുന്നു. ഒരു വലിയ വിൻഡോ ഈ ഭാഗത്ത് നൽകിയിരിക്കുന്നു. ഇനി മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ വലിയ സൈസുള്ള വിൻഡോസ് നൽകിയിരിക്കുന്നു. അതിന് കർട്ടൻസ് നൽകിയിട്ടില്ല. ഡയറക്റ്റ് ലൈറ്റ് നമ്മുടെ ലിവിങ് റൂമിലേക്ക് വരുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു ട്രാക്ക് കർട്ടൻ നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു റോമൻ ബ്ലൈൻഡ് നൽകിയിട്ടുണ്ട്. ലിവിങ് സ്പേസിൽ നിന്ന് നമ്മൾ നേരെ തിരിച്ച് ഫോയർ സ്പേസിലേക്ക് വരികയാണെങ്കിൽ ഈ ഭാഗത്താണ് ഈ വീട്ടിലെ ഡൈനിങ് സ്പേസ് നൽകിയിട്ടുള്ളത്. ഡൈനിങ് സ്പേസ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതേസമയത്ത് ഞാൻ ഈ ഒരു ഹാള് എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറയാം. എൻ്റെ ഇടത് ഭാഗത്തായിട്ട് ഇവിടുത്തെ ഇൻറ്റീരിയർ കോർട്ട്യാർഡ് നൽകിയിട്ടുണ്ട്. നല്ല ഭംഗിയിൽ തന്നെ ഈ ഒരു ഇൻറ്റീരിയർ കോർട്ട്യാർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഡബിൾ ഹൈറ്റിലാണ് നൽകിയിരിക്കുന്നത്. മുകളിൽ നിന്ന് ലൈറ്റ് നല്ല രീതിയിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. വീടിൻ്റെ റൂഫ് സ്ലാബ് നിർമ്മിക്കുന്ന സമയത്ത് തന്നെ ഇതേപോലെ ലൈറ്റുകൾ ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രൊവിഷൻസ് നൽകിയിട്ടാണ് ഇത്തരം ഡബിൾ ഹൈറ്റുകൾ നിർമ്മിക്കാറുള്ളത്. ഈ ഒരു ഭാഗം ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്സ്ചർ പെയിൻ്റ് ആണ് നൽകിയിരിക്കുന്നത്. അതിൽ വാൾ ആർട്ടുകൾ നൽകിയിട്ടുണ്ട്. 2 പ്ലാന്റുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. അതിലേക്ക് ലൈറ്റ് പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സ്പോട്ട് ലൈറ്റ് അടിയിൽ കൊടുത്തിട്ടുണ്ട്. കുറച്ച് പെബിൾസ് നൽകിയിട്ടുണ്ട്. ഇത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ്. ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ മുമ്പും നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഇൻറ്റീരിയർ കോർട്ട്യാർഡിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഒരു ഹാങ്ങിങ് ചെയർ, ഒരു ഊഞ്ഞാൽ നൽകിയിട്ടുണ്ട്. നമുക്കൊരു ഈവനിങ് ടൈമിലൊക്കെ വന്നിരിക്കാനൊക്കെ നല്ല ഫീൽ ലഭിക്കുന്ന തരത്തിലാണിത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതേപോലെ ഇൻറ്റീരിയർ കോർട്ട്യാർഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരു ഊഞ്ഞാൽ ഡിസൈൻ ചെയ്യാവുന്നതാണ്. അത് നിങ്ങളുടെ പ്ലാനിൽ ഉൾപ്പെടുത്താവുന്നതാണ്. വലിയ സ്പേസ് ഒന്നും അത് കൺസ്യൂം ചെയ്യില്ല. പക്ഷെ നല്ലൊരു ഫീൽ, ഇരിക്കുമ്പോൾ നല്ലൊരു കംഫർട്ട് ഫീൽ ചെയ്യാൻ അത് സഹായിക്കുകയും ചെയ്യും. ഇവിടുന്ന് നേരെ പുറകിലേക്കാണ് ഈ വീട്ടിലെ ഫാമിലി ലിവിങ് സ്പേസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ ഒരു ലോഞ്ചർ സോഫ നൽകിയിട്ടുണ്ട്. ഇവിടെയാണ് ഈ വീട്ടിൽ TV യൂണിറ്റ് നൽകിയിരിക്കുന്നത്. വളരെ മിനിമൽ ആയിട്ടുള്ളൊരു TV യൂണിറ്റാണ് നൽകിയിരിക്കുന്നത്. അതിൻ്റെ ബാക്ക് സൈഡ് പ്ലൈവുഡിൽ ഗ്രൂ ചെയ്തിട്ട് വെനീർ ലാമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വുഡൻ ഫീൽ കിട്ടുന്ന രീതിയിൽ അത് ഡിസൈൻ ചെയ്തിരിക്കുന്നു. സീലിങ്ങിലേക്ക് വരികയാണെങ്കിൽ വുഡൻ സീലിംഗ് തന്നെയാണ് നൽകിയിട്ടുള്ളത്. അത് പ്ലൈവുഡ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഇത്തരത്തിലുള്ള വുഡൻ സീലിങ്ങുകൾ നിർമ്മിക്കുന്നത്.
അതിനകത്ത് കോബ് ലൈറ്റുകൾ, അതായത് താഴോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന തരത്തിലുള്ള കോബ് ലൈറ്റുകളാണ് നൽകിയിട്ടുള്ളത്. എല്ലാ വീടുകളിലും നമ്മൾ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഒരു വെറൈറ്റി നമ്മുടെ വീട്ടിൽ കൊണ്ടുവരണം നമ്മളെല്ലാവരും ആഗ്രഹിക്കാറുണ്ട്. ഇവിടെ ഞാൻ കണ്ടിട്ടുള്ളത് ഇവിടുത്തെ ഡൈനിങ് സ്പേസ് അല്പം എലിവേറ്റഡ് ആണ്. ഒരു 2 സ്റ്റെപ്പ് ഉയരത്തിലാണ് ഡൈനിങ് സ്പേസ് നൽകിയിട്ടുള്ളത്. അതിൻ്റെ ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഡൈനിങ് ടേബിളൊക്കെ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നുള്ളതാണ്. വളരെ എലഗൻ്റ് ആയിട്ടുള്ള ഒരു ലക്ഷറീസ് ഫീൽ ലഭിക്കുന്ന തരത്തിലുള്ള വലിയ ഡൈനിങ് ടേബിളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇതൊരു 8 സീറ്റർ ഡൈനിങ് ടേബിളാണ്. ഈ ഡൈനിങ് ടേബിളിൽ ചെയറുകളെ സംബന്ധിച്ചിടത്തോളം ഇത് നമുക്ക് ഇമ്പോർട്ടഡ് ഫർണിച്ചേഴ്സൊക്കെ ലഭിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്ന റെഡിമെയ്ഡ് ചെയറുകളാണ്. ഈ ഡൈനിങ് ടേബിള് ഇവിടുത്തെ വീട്ടുകാരൻ്റെ ഐഡിയയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഡൈനിങ് ടേബിളാണ് കേട്ടോ. ഒരുപാട് എക്സ്പെൻസ് കുറച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ കൗണ്ടർ ടോപ്പായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് സാധാരണ ടൈലാണ്. നമ്മൾ ടൈൽ ഷോപ്പിലൊക്കെ കാണുന്ന വലിയ സൈസിൽ വരുന്ന ഫ്ലോർ ടൈൽ ഉപയോഗിച്ച് തന്നെയാണ് ഇതിൻ്റെ കൗണ്ടർ ടോപ്പ് ചെയ്തിട്ടുള്ളത്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനൊരു ബാക്ക് സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പ്ലൈവുഡോ മൾട്ടിവുഡോ നമ്മൾ ആദ്യം ഉപയോഗിക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ടൈൽ ഒട്ടിക്കുക. വശങ്ങളിൽ നമ്മൾ 45 കട്ട് ചെയ്തിട്ട് എഡ്ജ് ക്ലിയർ ആക്കുന്ന തരത്തിൽ ടൈലൊട്ടിക്കുക. വിദഗ്ധനായ ഒരു തൊഴിലാളി ഉണ്ടെങ്കിൽ വളരെ കുറഞ്ഞ കോസ്റ്റ് തന്നെ ഇറ്റാലിയൻ മാർബിൾ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ മാർബിളിൻ്റെ ലുക്ക് വരുന്ന തരത്തിൽ നമുക്കൊരു ഡൈനിങ് ടേബിൾ പണി കഴിപ്പിച്ചെടുക്കാൻ സാധിക്കും. ഈ ഒരു വാള് ഫുള്ള് പാനലിങ് ചെയ്തിരിക്കുകയാണ്. 2 രീതിയിൽ നമുക്കത് ചെയ്യാം. ഒന്ന് പ്ലൈവുഡിൻ്റെ മുകളിൽ നമുക്ക് മൈക്ക ലാമിനേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇതേപോലത്തെ വാൾപേപ്പേഴ്സ് കിട്ടും, അത് നമുക്ക് നേരെ വാളിലേക്ക് സ്റ്റിക്ക് ചെയ്യുകയും ചെയ്യാം. ഡൈനിങ് ടേബിളിൽ നിന്ന് നമ്മൾ നേരെ കയറി വരുന്നത് ഇവിടുത്തെ കോർട്ട്യാർഡിലേക്കാണ്. ഇവിടെ 2 കോർട്ട്യാർഡ് ഉണ്ട്. ഒന്ന് അകത്താണ്, മറ്റൊന്ന് പുറത്തേക്കാണ് വരുന്നത്. ആ കോർട്ട്യാർഡിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. കോർട്ട്യാർഡിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ബ്രിഡ്ജൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. അത് GIയിൽ അതേപോലെ വുഡൻ ഫ്ലോറിംഗ് ഒക്കെ കൊടുത്താണ് നിർമ്മിച്ചിട്ടുള്ളത്. സീലിംഗ് ഒക്കെ നമുക്ക് കൈ തൊടാൻ പറ്റുന്ന ഹൈറ്റിലാണ് നൽകിയിട്ടുള്ളത്. വാളൊക്കെ നൽകിയിരിക്കുന്നത് ടെറാക്കോട്ട ജാലി ബ്രിക്കുകൾ ഉപയോഗിച്ചിട്ടാണ്. ടെറാക്കോട്ട ജാലി ബ്രിക്കുകൾ ഒരു റെഡ് കളർ പെയിൻറ് ചെയ്തിട്ടുണ്ട്. ഫ്ലോറ് മൊത്തമായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് നൽകിയിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആയിട്ട് നൽകിയിട്ടുള്ളത്. ആർട്ടിഫിഷ്യൽ ഗ്രാസുകൾ പല ടൈപ്പിൽ നമുക്ക് അവൈലബിൾ ആണ്. അത് കുറഞ്ഞ വിലയിൽ കിട്ടുന്ന സ്ഥാപനങ്ങളെ നമ്മുടെ വീഡിയോയിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കാണാത്ത ആളുകൾക്ക് കാണാം. ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് രസകരമായിട്ടുള്ളൊരു സീറ്റ് നൽകിയിട്ടുണ്ട്. അതൊരു റോ വുഡ് കട്ട് ചെയ്തിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു സീറ്റായിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഒരു സപ്പോർട്ടും വുഡ് തന്നെയാണ്, ഇരിക്കുന്ന ഭാഗവും വുഡ് തന്നെയാണ്. മൊത്തത്തിലൊരു ആൻറ്റിക് സ്റ്റൈൽ നൽകുന്ന രീതിയിലാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതൊന്നും നമ്മുടെ വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ പെടുന്ന കാര്യങ്ങളല്ല. ഇതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ യൂസ്ഫുൾ ആക്കി ഉപകാരപ്പെടുത്തി എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ഈവനിങ് ടൈമിലൊക്കെ നമ്മുടെ ഫാമിലിയൊപ്പം വന്ന് ഇരിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സൊക്കെ നമ്മുടെ വീട്ടിൽ വരുന്ന സമയത്ത് ഇരുന്ന് സംസാരിക്കാനൊക്കെ ഇതേപോലെ ഒരു സ്പേസ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അത് അടിപൊളിയായിരിക്കില്ലേ. കോർട്ട്യാർഡിലേക്കുള്ള ആക്സസ് കൊടുത്തിരിക്കുന്നത് UPVC വിൻഡോസ് ഉപയോഗിച്ചിട്ടാണ്. ഇപ്പോൾ അധിക വീട്ടിലും UPVC വിൻഡോസ് ആണ് നൽകാറുള്ളത്. ഒരു വൈറ്റ് കളറിൽ നല്ല ഭംഗിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നത് UPVC വിൻഡോസിലാണ്. ഡൈനിങ് സ്പേസിൽ നമുക്ക് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ കിച്ചണിലേക്കുള്ള ഒരു ആക്സസ് നൽകിയിട്ടുണ്ട്. ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. വാഷ് ബേസിൻ നൽകിയിട്ടുള്ളത് ഈ ഭാഗത്താണ്. വളരെ ഭംഗിയായിട്ട് വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സാധാരണ കാണാത്ത രീതിയിലാണെന്ന് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ബാക്ക് ബോർഡ് നൽകിയിരിക്കുന്നത് ചാർക്കോൾ ഷീറ്റാണ്. ചാർക്കോൾ ഷീറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ടെക്സ്ചർ ഫിനിഷ്, ഒരു നാച്ചുറൽ ടെക്സ്ചർ ഫിനിഷാണ് വരിക. അത് തന്നെ നല്ല ഭംഗിയിൽ ലൈറ്റ് വരുന്ന സമയത്ത് നല്ല ഭംഗിയിൽ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു റൗണ്ട് ഷേപ്പിലുള്ളൊരു മിറർ കൊടുത്തിരിക്കുന്നു. നല്ലൊരു വാഷ് ബേസിൻ നൽകിയിരിക്കുന്നു. അടിയിലൊരു സ്റ്റോറേജ് സ്പേസ് നൽകിയിരിക്കുന്നു. നമ്മുടെ ഒരു കോംപ്ലിമെൻ്ററി ആയിട്ടാണെങ്കിൽ ഹാൻഡ് വാഷ്, അതേപോലെ ടിഷ്യൂ പേപ്പേഴ്സ് എല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു വേസ്റ്റ് ബാസ്ക്കറ്റും അടിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു സെൻസർ വരുന്ന തരത്തിലുള്ള ടാപ്പോട്ട് നമ്മൾ നൽകിയിട്ടുള്ളത്. നമ്മൾ തിരിക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് കൈ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇതേപോലെ വെള്ളം വരുന്ന തരത്തിൽ ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ ടാപ്പാണിത്. സെൻസർ വരുന്നുണ്ട്. ഇത് പല ബ്രാൻഡുകൾക്കും അത് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം ഇഷ്ടമുള്ള ആളുകൾക്ക് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഇനി ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഡിസൈനാണ് നമ്മൾ കാണാൻ പോകുന്നത്. മാസ്റ്റർ ബെഡ്റൂം നൽകിയിരിക്കുന്ന സൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 4.50 അതിന് നീളം നൽകിയിട്ടുണ്ട്, 4 മീറ്റർ വീതി നൽകിയിട്ടുണ്ട്. ഒരു കിങ് സൈസിൽ വരുന്ന കോട്ടാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ബെഡ്ഷീറ്റും പില്ലോ കവേഴ്സും എല്ലാം നൽകിയിട്ടുണ്ട്. പ്ലൈവുഡിൽ മേക്ക് ചെയ്തിട്ടുള്ള ഒരു കോട്ടാണ്, അല്ലെങ്കിൽ കട്ടിലാണ്. അതിൻ്റെ പുറകിൽ ഇതേപോലെ പ്ലൈവുഡ് ലാമിനേറ്റ് ചെയ്തിട്ടൊരു ബാക്ക് ബോർഡ് നൽകിയിട്ടുണ്ട്. അതൊരു വാള് കംപ്ലീറ്റ് ആയിട്ട് മുകളിലേക്ക് പോകുന്നു. അവിടെ നിന്ന് സീലിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഗ്രൂസ് നൽകിയിട്ടുള്ള ഒരു ലൂവർ ടൈപ്പിൽ വരുന്ന ഡിസൈനിൽ വരുന്ന സീലിംഗ് ആണ് നൽകിയിട്ടുള്ളത്. വുഡൻ പ്ലസ് വൈറ്റ് തീമിലാണ് ഈ ഒരു റൂമിലെ സീലിംഗ് നൽകിയിട്ടുള്ളത്.
സീലിങ്ങിൻ്റെ എഡ്ജിലെല്ലാം വുഡൻ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഒരു ഫുൾ വിൻഡോ നൽകിയിരിക്കുന്നു. അതിന് ട്രാക്ക് കർട്ടനാണ് നൽകിയിട്ടുള്ളത്. ഒരു ന്യൂട്രൽ കളർ തീമിൽ വരുന്ന കർട്ടനാണ് ഈ ഒരു ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത്. എന്നാൽ ഈ വാളിലേക്ക് വരുന്ന സമയത്ത് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുള്ള ഒരു അലമാര, ഒരു വാർഡ്രോബ് യൂണിറ്റ് ആണ് വരുന്നത്. അതിനടിയിൽ ഒരു പ്രൊഫൈൽ ലൈറ്റൊക്കെ നൽകിയിട്ടുണ്ട്. അത് ഇതിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നുണ്ട്. ഈ കളർ കോമ്പിനേഷൻ ഒരു കാലത്തും ഔട്ടാവാത്ത, എക്കാലവും വളരെ നീറ്റായിട്ട് നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്നൊരു കളർ കോമ്പിനേഷനാണ്. ഈ റൂമിലെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് നൽകിയിരിക്കുന്നത് ഈ ഭാഗത്താണ്. ഇവിടെ തന്നെയാണ് ഡ്രസ്സിങ് യൂണിറ്റ് നൽകിയിരിക്കുന്നത്. വലിയൊരു മിറർ ഇവിടെ നൽകിയിട്ടുണ്ട്. അതിൻ്റെ മിറർ ലൈറ്റ് നൽകിയിരിക്കുന്നു. ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് ചെറിയൊരു വാർഡ്രോബ് നൽകിയിട്ടുണ്ട്. അത്യാവശ്യം ഡ്രസ്സുകളൊക്കെ നമുക്ക് ഇവിടെയും സ്റ്റോർ ചെയ്യാം. വലിയ വാർഡ്രോബ് വേറെയുണ്ട്, അവിടെയും നമുക്ക് സ്റ്റോർ ചെയ്യാവുന്നതാണ്. നമ്മുടെ പ്രേക്ഷകർ എപ്പോഴും നമ്മളോട് ചോദിക്കാറുള്ളതാണ് ടോയ്ലറ്റ് എങ്ങനെ സെറ്റ് ചെയ്തിരിക്കും എന്നുള്ളത്. ടോയ്ലറ്റ് ഒന്ന് ജസ്റ്റ് കാണിക്കാം. വെറ്റ് ഏരിയ, ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ആയിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഒരു ഗ്ലാസ് പാർട്ടീഷൻ അതിനിടയിൽ നൽകിയിട്ടുണ്ട്. വാഷ് ബേസിൻ നൽകിയിരിക്കുന്നു. വാൾ ഹങ് ആയിട്ടുള്ള യൂറോപ്യൻ ക്ലോസറ്റ് നൽകിയിരിക്കുന്നു. വെട്രിഫൈഡ് ടൈലാണ് നൽകിയിരിക്കുന്നത്. ടൈലിൻ്റെ കളർ കോമ്പിനേഷൻസ് ഒക്കെ നിങ്ങൾക്കൊന്ന് ശ്രദ്ധിക്കാവുന്നതാണ്. ഈ വീട്ടിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണുള്ളത്. ആദ്യത്തെ ബെഡ്റൂം നമ്മൾ കണ്ടു. ഇനി രണ്ടാമത് മറ്റൊരു ബെഡ്റൂം കൂടെ ഉണ്ട്. അത് ഈ ഭാഗത്ത് സ്റ്റെയർ കേസിൻ്റെ ഒക്കെ ഒരു ഭാഗത്തേക്കാണ് വരുന്നത്. ഈ ഒരു പ്ലാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. വളരെ സ്പേഷ്യസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന തരത്തിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തൊരു ചെറിയൊരു സ്റ്റഡി ഏരിയ നൽകിയിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾക്കൊക്കെ പഠിക്കാൻ പറ്റുന്ന തരത്തിലൊരു ടേബിൾ അവിടെ നൽകിയിട്ട് ഒരു സ്റ്റഡി ഏരിയ നൽകിയിരിക്കുന്നു. ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഈ വീട്ടിലൊരു ചെറിയ പ്രെയർ ഏരിയ നൽകിയിരിക്കുന്നു. ഒരു നിസ്കാര മുറി നൽകിയിട്ടുണ്ട്. അതെങ്ങനെയാണ് നൽകിയിരിക്കുന്നതെന്ന് അറിയോ? സ്റ്റെയറിൻ്റെ അടിയിൽ വരുന്ന സ്പേസ് യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ഒരു നിസ്കാര മുറി സെറ്റ് ചെയ്തിട്ടുള്ളത്. വലിയ സ്പേസ് എന്നല്ല, ചെറിയ സ്പേസ് ആണ്. എന്നാലും നമുക്ക് വളരെ പ്രൈവസി ലഭിക്കുന്ന തരത്തിൽ നമുക്ക് കാമായിട്ടിരുന്ന് നമ്മുടെ പ്രെയർ ആവശ്യങ്ങളൊക്കെ നിർവഹിക്കാൻ പറ്റുന്ന തരത്തിൽ തന്നെയുള്ളൊരു ഏരിയയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫാന് കൊടുത്തിട്ടുണ്ട്, നമുക്ക് അത്യാവശ്യം കാറ്റും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് ഈ വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ഡോറാണ്. ഡോറുകളെല്ലാം ചെയ്തിരിക്കുന്നത് ഇതേപോലെയുള്ള ഒരു ബ്രാസ് ബീഡിങ് നൽകിയിട്ടുണ്ട്. T പ്രൊഫൈലിനാണ് ഇതിന് പറയുക. T ഷേപ്പിലാണ് ഇത് നമുക്ക് ലഭിക്കുക. ഇത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ ഡോറുകൾ നമുക്കൊരു ലുക്കായിട്ടുള്ള ഒരു നല്ല സ്റ്റണ്ണിങ് ആയിട്ടുള്ള ഡോറാക്കി മാറ്റാൻ സാധിക്കും. ഈ ഒരു ബെഡ്റൂമിലേക്ക് വരികയാണെങ്കിൽ സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പ്ലൈവുഡിൽ തന്നെ മേക്ക് ചെയ്തിരിക്കുന്ന ഒരു കട്ടിലാണിത്. പ്ലൈവുഡിൽ വെനീർ ലാമിനേഷനാണ് നൽകിയിട്ടുള്ളത്. ഈ ഒരു വാൾ കംപ്ലീറ്റ് ആയിട്ട് ഫിക്സഡ് ആയിട്ട് വരുന്ന തരത്തിലാണ് ഈ ഒരു കോട്ട് നൽകിയിട്ടുള്ളത്. ഫിക്സഡ് കോട്ടുകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് മൂവ് ചെയ്യാനൊന്നും പറ്റില്ല. ഇത് തന്നെയായിരിക്കും കോട്ടിൻ്റെ പൊസിഷൻ വരുന്നുണ്ടാവുക. ബാക്കിൽ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വാൾ ലൂവർ നൽകിയിട്ടുണ്ട്. അതൊന്ന് പെയിൻറ് ചെയ്തിട്ടുമുണ്ട്. മുകളിലേക്ക് വരികയാണെങ്കിൽ വുഡൻ പ്ലസ് വൈറ്റ് തീമിലാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത്. ജിപ്സം നൽകിയിരിക്കുന്നു. അതേപോലെ പ്ലൈവുഡിൽ ലാമിനേറ്റ് നൽകിയിരിക്കുന്നു. എല്ലാ റൂമിലും നൽകിയിട്ടുള്ളത് BLDC ഫാനുകളാണ് കേട്ടോ. BLDC ഫാനുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ കുറഞ്ഞ വൈദ്യുതി മതി, വളരെ കുറഞ്ഞ ശബ്ദമേ ഉണ്ടാവുകയുള്ളൂ, നല്ല കാറ്റും ലഭിക്കുന്ന തരത്തിലുള്ള ഫാനുകളാണ് BLDC ഫാനുകൾ. ഇവിടുത്തെ വാർഡ്രോബിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എലവേഷനിലൊരു ഭാഗം നമ്മൾ ഔട്ട്സൈഡിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നൽകിയിട്ടുണ്ട്. ആ ഭാഗം നമ്മൾ അകത്ത് വാർഡ്രോബിൻ്റെ സ്പേസ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്തു. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇൻസൈഡുള്ള പോർഷൻസ് ഒന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട, പ്ലൈവുഡിൽ ചെയ്യണം നിർബന്ധമില്ല. നമുക്കത് പല ഓപ്ഷനുകൾ ഉപയോഗിക്കാം. പുറത്തുള്ള ഡോറുകൾ മാത്രം നമുക്ക് പ്ലൈവുഡിൽ ചെയ്ത് ലാമിനേറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെയും നമ്മൾ സെയിം രീതിയിൽ തന്നെയാണ് ടോയ്ലറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാ ടോയ്ലറ്റുകളിലും ഉപയോഗിച്ചിരിക്കുന്നത് ക്യൂബ് ഡോർസ് ആണ്. നല്ല തരത്തിലുള്ള ടോയ്ലറ്റ് ഡോറുകൾ നൽകുന്ന കമ്പനിയാണ് ക്യൂബ്. അവരുടെ ഡോറുകൾക്ക് നല്ല ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മോഡേൺ ലുക്കാണ് അവരുടെ ടോയ്ലറ്റ് ഡോറുകൾക്കൊക്കെ നമ്മൾ കാണാറുള്ളത്. ഇവിടെ ചെറിയൊരു അയൺ ടേബിൾ നൽകിയിട്ടുണ്ട്. ഇവിടെയാണ് അയണിങ് കാര്യങ്ങളെല്ലാം നടത്തുന്നത്. ഇനി ഈ വീട്ടിലെ സ്റ്റെയർ കേസ് എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നോക്കാം. അത്യാവശ്യം വീതിയുള്ള സ്റ്റെയർ കേസാണ് കേട്ടോ. ഏകദേശം 1.5 മീറ്റർ വീതി ഇവിടെ ഈ ഒരു സ്റ്റെയർ കേസിന് വരുന്നുണ്ട്. സ്റ്റെയർ കേസ് 2 ഭാഗത്തും ഹാൻഡ് റെയിൽ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഫീലാണ് നൽകുക. അതിന് പകരം ഈ ഭാഗത്തൊരു പാർട്ടീഷൻ, അത് GIയുടെ പൈപ്പ് ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള പാർട്ടീഷനാണ്. ഒരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് അതിന് നൽകിയിട്ടുണ്ട്. പാർട്ടീഷൻ നൽകിയിരിക്കുന്നു. അതിന് താഴെ നല്ല പ്ലാന്റുകൾ, നാച്ചുറൽ പ്ലാന്റ്സ് ആണ് കേട്ടോ നൽകിയിട്ടുണ്ട്. അതൊരു നല്ലൊരു തുറന്ന ഒരു ഓപ്പൺ ഫീൽ ലഭിക്കുന്നുണ്ട്. അതേ സമയത്ത് ഹാൻഡ് റെയിലിന് പകരം ഇവിടെ ഒരു പാർട്ടീഷൻ ലഭിക്കുകയും ചെയ്യും. ഹാൻഡ് റെയിലിലേക്ക് വരികയാണെങ്കിൽ വളരെ ഭംഗിയായിട്ടാണ് ഹാൻഡ് റെയിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. വുഡൻ പ്ലസ് സ്റ്റെഫൻഡ് ഗ്ലാസ് ആണ് ഹാൻഡ് റെയിലിന് നൽകിയിട്ടുള്ളത്. ഈ ഒരു വുഡൻ ഹാൻഡ് റെയിലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ടീക്ക് വുഡാണ്. മാത്രമല്ല നമ്മൾ പിടിക്കുന്ന സമയത്ത് വളരെ സ്ലീക്ക് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ്, വളരെ സ്മൂത്ത് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് ലഭിക്കുന്നത്.
നമ്മളെല്ലാവരും ജീവിതത്തിൽ ഒരു വീടാണ് നിർമ്മിക്കുക. അത് നമ്മുടെ കഴിവിൻ്റെ മാക്സിമം നല്ല രീതിയിൽ നിർമ്മിക്കാൻ നമ്മൾ ശ്രമിക്കാറും ഉണ്ട്. കാരണം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകളാണ് ആ വീട്ടിൽ താമസിക്കാറുള്ളത്. വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഇത്തരം വീഡിയോസ് നൽകുന്ന ഒരു ചാനലാണ് മൈ ബെറ്റർ ഹോം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. മാത്രമല്ല, നിങ്ങളുടെ വീട് പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഡൗട്ടുകൾ, കാര്യങ്ങളുടെ ഒരു വ്യക്തതക്കുറവ്, ഇതെല്ലാം നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ നിങ്ങൾക്ക് അംഗമാവാവുന്നതാണ്. ഏകദേശം 10ഓളം വാട്സപ്പ് ഗ്രൂപ്പുകൾ വളരെ നല്ല ചർച്ചകളുമായിട്ട് ഇപ്പോൾ റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ നിങ്ങൾ പങ്കെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ സംശയങ്ങളും വീടുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അതിൽ ചോദിക്കാം. കോൺടാക്റ്റുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ നിന്ന് പരസ്പരം പങ്കുവെക്കാം. നമ്മുടെ ബില്ലുകൾ, അതായത് ഓരോ പണിയും ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഗ്രൂപ്പ് അംഗങ്ങൾക്ക് വന്നിട്ടുള്ള ചിലവുകളും കാര്യങ്ങളും എല്ലാം നമ്മൾ അതിൽ എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്, ഡിസ്കസ് ചെയ്യാറുണ്ട്. മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുമ്പം ബില്ലുകൾ ഷെയർ ചെയ്യാറുണ്ട്. അങ്ങനെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ഗ്രൂപ്പാണ്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലും അതേ ഡിസ്ക്രിപ്ഷനിലും എല്ലാം ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കുകൾ നൽകാം, ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്സ്റ്റെയറിന് താഴോട്ട് നോക്കുന്ന സമയത്ത് സ്റ്റെയർ കേസിനൊരു പ്രത്യേക ഫീലാണ് ലഭിക്കുന്നത്. സ്റ്റെയർ കേസ് എപ്പോഴും ഒരു വുഡൻ ഫ്ലോറായിട്ട് കീപ്പ് ചെയ്യുന്നതാണ് ഒരു ഭംഗി എന്ന് പറയുന്നത്. ഈ വീടിൻ്റെ ഫ്ലോറിങ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ഇറ്റാലിയൻ മാർബിൾ വിരിച്ചൊരു ഫീലാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ടൈലാണ് കേട്ടോ, ഫ്ലോർ ടൈൽ, സാധാ ഫ്ലോർ ടൈലാണ്, പക്ഷെ ഒരു മാർബിൾ ഫീലാണ് നമുക്ക് ലഭിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനിടയിൽ സ്പേസർ നൽകാതെ വളരെ അടുപ്പിച്ച് പേപ്പർ ജോയിൻ്റ് ആയിട്ട് ടൈലുകൾ വിരിച്ചതുകൊണ്ടാണ്. പ്രധാനമായിട്ടും ഇതേപോലെയുള്ള ഇറ്റാലിയൻ മാർബിൾ ഷെയ്ഡിൽ വരുന്ന ടൈലുകൾ എടുക്കുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം, പരമാവധി സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ ഈ ടൈലുകൾ യൂസ് ചെയ്യേണ്ടത്. നമുക്ക് വളരെ ചെറിയ സ്പേസേ നമ്മുടെ ഇൻറ്റീരിയറിൽ വരുന്നുള്ളെങ്കിൽ നമ്മൾ കോംപ്ലക്സ് ആയിട്ടുള്ള ടൈൽ ഡിസൈൻസ് ഉപയോഗിക്കാതെ പകരം വളരെ സിമ്പിൾ ആയിട്ടുള്ള ടൈൽ പാറ്റേൺസ് ആണ് അവിടേക്ക് മാച്ച് ആവുക. ഇവിടെ ഇപ്പോൾ നല്ല ഭംഗി തോന്നാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ സ്പേഷ്യസ് ആയിട്ടാണ് ഇതിൻ്റെ ഹാളും അപ്പർ ലിവിങ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ ആദ്യത്തെ ബെഡ്റൂം എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതെന്ന് കാണാം. അപ്സ്റ്റെയറിലെ ആദ്യത്തെ ബെഡ്റൂമാണ്. സൈസ് വരുന്നത് 4x24 സൈസ് വരുന്നത്. കിങ് സൈസിൽ വരുന്ന ഒരു കട്ടിൽ ഇവിടെ നൽകിയിട്ടുണ്ട്. പ്ലൈവുഡ് ഉപയോഗിച്ചിട്ടാണ് ആ കട്ടിൽ നിർമ്മിച്ചിട്ടുള്ളത്. ബാക്കിൽ അതേപോലെ ഗ്രൂവ് നൽകിയിട്ട്, പ്ലൈവുഡിൽ ഗ്രൂവ് നൽകിയിട്ട് വെനീർ ലാമിനേറ്റ് ചെയ്തിട്ടൊരു ബാക്ക് ബോർഡ് നൽകിയിട്ടുണ്ട്. റോമൻ ബ്ലൈൻഡ്സുകളാണ് രണ്ട് ഭാഗത്തും നൽകിയിട്ടുള്ളത്. ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിലും റോമൻ ബ്ലൈൻഡ് നൽകിയിരിക്കുന്നു. ഇവിടെ വാർഡ്രോബ് നേരത്തെ താഴെ നൽകിയിരിക്കുന്ന അതേ രീതിയിൽ ഭിത്തിക്കകത്തേക്ക് നിൽക്കുന്ന രീതിയിലാണ് വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. സീലിംഗിൻ്റെ ഡിസൈൻ അല്പം വ്യത്യസ്തമായിട്ടാണ് നൽകിയിരിക്കുന്നത്. എങ്കിലും വുഡൻ പ്ലസ് ജിപ്സം കോമ്പിനേഷനാണ് ഈ വീട്ടിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ പ്രത്യേകിച്ച് ഒരു ഡ്രസ്സിങ് ഏരിയ ഇല്ല, പകരം ഇവിടെ വാളിൽ തന്നെ ഒരു മിറർ നൽകിയിരിക്കുകയാണ്. ഗസ്റ്റ് ബെഡ്റൂമാണ്. ഗസ്റ്റുകൾ വരുന്ന സമയത്തായിരിക്കും, വളരെ റെയർ ആയിട്ടായിരിക്കും ഈ ഒരു ബെഡ്റൂം യൂസ് ചെയ്യുന്നുണ്ടാവുക. അറ്റാച്ച്ഡ് ടോയ്ലറ്റ് നൽകിയിരിക്കുന്നത് ഈ ഭാഗത്താണ്. ഇവിടെയും നമ്മൾ പറഞ്ഞതുപോലെ ക്യൂബ് ഡോർസ് തന്നെയാണ് നൽകിയത്. അപ്സ്റ്റെയറിലെ രണ്ടാമത്തെ ബെഡ്റൂമാണിത്. ഇത് കിഡ്സ് ബെഡ്റൂമാണ്. കിഡ്സ് ബെഡ്റൂമിൻ്റെ സ്റ്റൈലിൽ തന്നെയാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. മുകളിൽ ഇതേപോലെ ഡബിൾ ഡെക്കർ ആയിട്ടുള്ള ബെഡൊക്കെയാണ് നൽകിയിട്ടുള്ളത്. താഴെ ഒരു ക്യൂൻ സൈസിൽ വരുന്ന ബെഡാണ്, മുകളിലൊരു സിംഗിൾ ബെഡാണ് നൽകിയിട്ടുള്ളത്. 2 കുട്ടികളാണ് ഇവിടെ താമസിക്കുന്നത്. ഈ വീട്ടിൽ 2 കുട്ടികളാണുള്ളത്. അലമാരകളൊക്കെ കളറിങ് ചെയ്തിട്ടുള്ളത് കുട്ടികളുടെ ബെഡ്റൂമിലേക്ക് വരുന്ന തരത്തിലുള്ള കളർ പാറ്റേൺസ് ആണ് നൽകിയിട്ടുള്ളത്. ഇവിടെ വാൾപേപ്പർ നൽകിയിരിക്കുന്നു. ഒരു ചെറിയ മിറർ നൽകിയിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്നത് ഈ ഭാഗത്താണ്. ഹോം ടൂറിലൂടെ ഒരു വീട് കാണിക്കുമ്പോൾ ആ വീട്ടിലെ കിച്ചൺ എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുക എന്നുള്ളത് നമ്മുടെ പ്രേക്ഷകർ എപ്പോഴും ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ്. വളരെ ഭംഗിയോടെ തന്നെ ഈ വീട്ടിലെ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മറ്റു വീടുകളിലൊന്നും കാണാത്ത ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കളർ പാറ്റേൺ ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഏതൊരു കിച്ചൺ എടുത്ത് നോക്കിയാലും വളരെ നീറ്റായിട്ട് കിച്ചൺ ഫീൽ ചെയ്യണമെങ്കിൽ അതിൻ്റെ കൗണ്ടർ ടോപ്പുകൾ നമ്മൾ വൈറ്റിൽ കൊടുക്കുന്നതാണ് നല്ലത്. വൈറ്റിൽ കൊടുക്കാൻ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ഇതേപോലെയുള്ള ആർട്ടിഫിഷ്യൽ മാർബിളുകൾ യൂസ് ചെയ്യാം. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ച് കോസ്റ്റ്ലിയർ പാർട്ടാണ്. മറ്റൊന്ന് നമുക്ക് നാനോ വൈറ്റ് കൗണ്ടർ ടോപ്പുകൾ യൂസ് ചെയ്യാം. പക്ഷെ അത് ഒരു വേറൊരു ടൈപ്പ് മെറ്റീരിയൽ ആണ്. അതിന് അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജുകളും ഡിസ്അഡ്വാൻറ്റേജുകളും ഉണ്ട്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് വൈറ്റ് ടൈലാണ്. സാധാ ടൈല് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് സ്ക്രാച്ച് ഫ്രീ ടൈലാണ്. ഇതിൽ സ്ക്രാച്ച് വീഴില്ല. മാത്രമല്ല ഇതിൻ്റെ എഡ്ജുകളെ സംബന്ധിച്ചിടത്തോളം ഇത് 45 കട്ട് ചെയ്തിട്ട് എഡ്ജുകൾ വളരെ സ്മൂത്ത് ആക്കിയിട്ട് ഒട്ടിച്ചിരിക്കുകയാണ്. കബോർഡുകളിലേക്കൊക്കെ വരുന്ന സമയത്ത് മൾട്ടി വുഡിലാണ് ഈ ഒരു കിച്ചൻ്റെ കബോർഡുകളെല്ലാം ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ നൽകിയിട്ടുണ്ട്. അതിനോട് ചേർന്നിട്ടാണ് ഇവിടെ ഒരു ഹുഡ് ആൻഡ് ഹോബ് നൽകിയിട്ടുള്ളത്. ഇതേപോലെയുള്ള കിച്ചണുകളെ നമ്മൾ വിളിക്കുക ഐലൻഡ് കിച്ചൺ എന്നുള്ളതാണ്. ഈ ഒരു പോർഷനെയാണ് നമ്മൾ ഐലൻഡ് എന്ന് വിളിക്കുക. ഇവിടെ നമുക്ക് ഒരുപാട് സ്പേസസ് ഉണ്ട്. അവിടെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇവിടെ തന്നെ വാഷ് ബേസിന് നൽകിയിട്ടുണ്ട്. അതിനോട് ചേർന്ന് ഹുഡ് ആൻഡ് ഹോബ് നൽകിയിരിക്കുന്നു.
ഈ ഭാഗത്താണ് സിങ്ക് നൽകിയിട്ടുള്ളത്, ഈ സൈഡിലാണ് ഫ്രിഡ്ജ് നൽകിയിരിക്കുന്നത്. ഫോർമൽ കിച്ചണിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡൈനിങ് സ്പേസിലേക്ക് ഒരു ആക്സസ് ഉണ്ട്. ഇവിടെ ഫുഡ് സെർവ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങോട്ട് കൊടുക്കാനൊക്കെ എളുപ്പമാണ്. നമ്മൾ ഡോറൊക്കെ കവർ ചെയ്ത് പോകേണ്ട കാര്യമില്ല. മാത്രമല്ല ആരാണ് ഇരിക്കുന്നതെന്നൊക്കെ കാണാൻ പറ്റും. ഒരു ഓപ്പൺ ഫീല് കിട്ടും. അതേസമയം ഇത് ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു കിച്ചൺ കൂടെയാണ്. കിച്ചണെ സംബന്ധിച്ചിടത്തോളം ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഇവിടെ കൊടുത്തുകൊണ്ട് തന്നെ അവിടെ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു വാഷ് ബേസിൻ യൂണിറ്റ് സൈഡിൽ നൽകിയിട്ടുണ്ട്. ഒരു ചെറിയ സൈസിലാണ് നൽകിയിട്ടുള്ളത്, എന്നാലും നല്ല വൃത്തിയിൽ തന്നെ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിൽ വാൾപേപ്പറാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ഈ വീട്ടിലെ വർക്ക് ഏരിയ ആണ്. ഇവിടെയാണ് മെയിനായിട്ടുള്ള കുക്കിങ് കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ഇവിടെ സെപ്പറേറ്റ് ഒരു ഗ്യാസ് സ്റ്റൗ വേറെ കൊടുത്തിട്ടുണ്ട്, സിങ്കും സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. നല്ല വൃത്തിയിൽ തന്നെ വർക്ക് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. മൾട്ടിവുഡ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പെട്ടെന്ന് സ്റ്റെയിൻ ആവാത്ത തരത്തിലുള്ളൊരു കളറാണ് ക്യാബിനറ്റുകൾക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ കൗണ്ടർ ടോപ്പായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ടൈല് തന്നെയാണ്. ടൈലാവുന്ന സമയത്ത് നമുക്ക് ഏത് ഷെയ്ഡിൽ വേണമെങ്കിലും ഏത് കളറിൽ വേണമെങ്കിലും ഏത് പാറ്റേണിൽ വേണമെങ്കിലും നമുക്ക് കിട്ടും. ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നല്ല വൃത്തിയുള്ളൊരു ടൈല് ഭിത്തിയിൽ കൊടുത്തിട്ടുണ്ട്. വെനീഷ്യൻ ബ്ലൈൻഡുകളാണ് കർട്ടനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ എല്ലാം അപ്പർ ക്യാബിനറ്റുകളുടെ കബോർഡുകൾ വൈറ്റ് കളറിലാണ് നൽകിയിരിക്കുന്നത്. അത് നല്ല വൃത്തി ഈ കിച്ചണ് സമ്മാനിക്കുന്നുണ്ട്. വർക്ക് ഏരിയയുടെ ഒരു ഭാഗത്ത് സ്റ്റോർ റൂമുകൾ നൽകിയിട്ടുണ്ട്. പരമാവധി സ്റ്റോർ റൂമുകൾ കൊടുക്കാൻ പറ്റുമെങ്കിൽ ഒരു വീട്ടിൽ സ്റ്റോർ റൂമുകൾ സെറ്റ് ചെയ്യുന്നത് നല്ലതാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഹൈഡ് ചെയ്യാനൊക്കെ ഉണ്ടാവും. അത് നമ്മൾ സ്റ്റോർ റൂമിലാണ് കൂടുതലായിട്ടും ഹൈഡ് ചെയ്യാറുള്ളത്. ഈ ഭാഗത്ത് ഇതേപോലെ ഒരു വാഷിംഗ് മെഷീൻ്റെ ഒരു പോയിന്റ് നൽകിയിട്ടുണ്ട്. അവിടെയാണ് വാഷിംഗ് മെഷീൻ. അതുപോലെ തന്നെ നമുക്ക് ഔട്ട് സൈഡിലേക്ക് ഇറങ്ങാനുള്ളൊരു സ്പേസും നൽകിയിട്ടുണ്ട്. സോ ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് യാമ ഡിസൈനേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് എന്ന് പറയുന്ന സ്ഥാപനമാണ്. കോഴിക്കോട് പൊറ്റമ്മൽ പാലായി റൂട്ടിലാണ് അവരുടെ ഓഫീസ് വരുന്നത്. അവരുടെ വർക്കുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ ഇൻറ്റീരിയർ വർക്കുകളൊക്കെ എസ്പെഷ്യലി പറയുകയാണെങ്കിൽ അതുകൊണ്ട് നമ്മൾ ഒന്നിലധികം ഫീച്ചറുകൾ അവരെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്. നല്ലൊരു വീടാണിത്. കോഴിക്കോട് ജില്ലയിൽ തന്നെ രാമനാട്ടുകര അഴിഞ്ഞിലം എന്ന് പറയുന്ന ഭാഗത്താണ് ഈ ഒരു വീട് വരുന്നത്. അപ്പോൾ ഈ യാമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവർ കൺസ്ട്രക്ഷൻ പ്ലസ് ഇൻറ്റീരിയർ ചെയ്യുന്നൊരു സ്ഥാപനമാണ്. നിങ്ങൾക്ക് കൺസ്ട്രക്ഷനും അതിൻ്റെ ഇൻറ്റീരിയറും ഒരുമിച്ച് ചെയ്യണമെങ്കിലും നിങ്ങളുടെ വീടിൻ്റെ ഇൻറ്റീരിയർ മാത്രമായിട്ട് ചെയ്യണമെങ്കിലും ഇപ്പോൾ ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം അവർ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഇൻറ്റീരിയറിലാണ്. ഇതിൻ്റെ സിവിൽ കൺസ്ട്രക്ഷൻ വർക്കുകളൊക്കെ വേറൊരു ഫേമാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഇൻറ്റീരിയർ കാര്യങ്ങളാണ് കൂടുതലായിട്ടും ഇവിടെ യാമ ചെയ്തിട്ടുള്ളത്. അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസുകളും കാര്യങ്ങളും എല്ലാം ഞാൻ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിൽ നൽകാവുന്നതാണ്. ഇതേപോലെ ഒരു വീടാണ് നിങ്ങൾക്ക് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീടിൻ്റെ പ്രൊജക്റ്റ് കോസ്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് ആ നമ്പറിൽ തന്നെ വിളിച്ച് അന്വേഷിക്കാവുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഒരു പ്രൊജക്റ്റ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇത്രയും കാലത്തെ അനുഭവത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരിക്കലും നമ്മളൊരു സൈറ്റിൽ എക്സിക്യൂട്ട് ചെയ്ത വർക്കുകൾ മറ്റൊരു സൈറ്റിലേക്ക് വരുന്ന സമയത്ത് എൻറ്റയർലി അതിൻ്റെ കോസ്റ്റ് അതിൻ്റെ മൊത്തത്തിലുള്ള വർക്ക് മോഡ് എല്ലാം ചേഞ്ച് ആവുകയാണ്. അതുകൊണ്ട് ഏറ്റവും ബെറ്റർ നിങ്ങളുടെ സ്ഥലം എവിടെയാണോ, നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണോ, നിങ്ങളുടെ പ്ലാൻ എങ്ങനെയാണോ അതിനനുസരിച്ച് ഇത്ര ബഡ്ജറ്റ് ആവുന്നുള്ള കോട്ട് നിങ്ങൾക്ക് അവരിൽ നിന്ന് എടുക്കുന്നത് തന്നെയായിരിക്കും ബെറ്റർ. ഈ വർക്ക് ചെയ്തതിന് ശേഷം ഒരു കസ്റ്റമർ എന്നുള്ള നിലക്ക് ഈ വീട്ടുടമസ്ഥൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു നോക്കാം. ഈ വീട്ടിൽ താമസിക്കുന്ന ആളുകളെ നമുക്കൊന്ന് പരിചയപ്പെടാം. KV ഫാമിലി, സലീംക്കയുടെ വീടാണിത്. സലീംക്ക നമ്മളോടൊപ്പം ഉണ്ട്. സലീംക്ക ഒരു സ്ഥാപനമൊക്കെ നടത്തുകയാണ് അല്ലേ? ഒന്ന് സ്ഥാപനത്തെ ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുക. ഓക്കെ, ഞാൻ പ്ലംബിംഗ് സാനിറ്ററി വെയർ ഷോപ്പ് നടത്തുകയാണ്. ഏകദേശം ഒരു 25 വർഷത്തോളമായിട്ട് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അതുപോലെ ഞങ്ങൾ 3 പേരുണ്ട് ബ്രദേഴ്സായിട്ടുള്ള. സ്ഥാപനത്തിന്റെ പേരെന്താ? സ്ഥാപനം KV ഏജൻസീസ്. ഇവിടെ ഇത് രാമനാട്ടുകര അടുത്ത് അഴിഞ്ഞിലം കടവ് റിസോർട്ടിന് അടുത്തുള്ള ബൈപ്പാസിലുള്ള ഒരു ഷോപ്പാണ്. ഈ വീടിന്റെ പണിയിലേക്ക് വരുന്ന സമയത്ത് ഇന്റീരിയർ വർക്കിലേക്ക് വരുന്ന സമയത്ത് നല്ല രസത്തിൽ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് യാമ ഡിസൈനേഴ്സിലേക്കൊക്കെ എത്തിച്ചേരുന്നത്? യാമന ഞാൻ എൻ്റെ വീടിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അവരായിട്ട് പരിചയപ്പെടുന്നത്. അത് എനിക്ക് ഈ ഒരു ബിൽഡേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പിലുള്ള ഒരാൾ തന്നെയാണ് യാമനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നതും ഞാൻ അവരായിട്ട് പരിചയപ്പെട്ടതും. അങ്ങനെയാണ് യാമയിൽ വർക്ക് നടക്കുന്ന സമയത്തും ഡിസൈന് തരുന്ന സമയത്തും അല്ലെങ്കിൽ ഈ വർക്ക് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്തും ഇത് ഫിനിഷ് ചെയ്ത സമയത്തൊക്കെ നിങ്ങൾക്ക് അവരിൽ നിന്നുണ്ടായൊരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിൽ നല്ല സാറ്റിസ്ഫൈഡ് ആണ്. കാരണം നമ്മൾ സ്ട്രക്ചർ കഴിഞ്ഞ് ഇൻറ്റീരിയറിലേക്ക് കടക്കുമ്പോൾ ഒരുപാട് കോംപ്ലിക്കേഷൻസ് കടന്നു വരും. ഈ കളറ്, അതുപോലെ ചില മെറ്റീരിയൽ ഇപ്പോഴൊക്കെ ഈ ഇൻറ്റീരിയറിലൊക്കെ ഒരുപാട് അഡ്വാൻസ്ഡ് മെറ്റീരിയൽ ഓരോ ദിവസം അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കും. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ അവർ കറക്റ്റായിട്ട് പറഞ്ഞു തരാറുണ്ട്. അതുപോലെ ചില കാര്യങ്ങൾ ഇപ്പോൾ കളറാണെങ്കിൽ ഒരു 3-4 ഓപ്ഷൻ തരും. അതിൽ നിന്നൊന്ന് ചൂസ് ചെയ്യാം. അതുപോലെ ഡിസൈനുകൾ ഓപ്ഷൻ തന്നിട്ട് അതിൽ നിന്ന് ചൂസ് ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഒരു താല്പര്യം അവരുടെ ഒരു താല്പര്യം കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ
കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. മൊത്തത്തിൽ അവർ സജീവമായിട്ടൊക്കെ ഇവിടെ ഉണ്ടാകും. സജീവമായിട്ട് ഉണ്ടാവാറുണ്ട്. ഓരോ സമയത്തും അവർ ഡ്രോയിങ് ആയിട്ടും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് ആവശ്യപ്പെടുന്ന സമയത്ത് യഥാസമയത്ത് തന്നെ കിട്ടാറുണ്ട്. പിന്നെ ലാസ്റ്റ് ഏറ്റവും വീട് വർക്ക് വരുമ്പം ഒരു അവസാനത്തെ ഒരു മാസത്തിലാണ് വല്ലാണ്ട് ടൈറ്റ് ആവുക, സ്പീഡപ്പ് ആവുക. അപ്പോൾ ആ സമയത്തൊക്കെ അവർ നമ്മൾ പറയാണ്ട് തന്നെ അവരെ പ്രതിനിധികൾ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ഉണ്ടാവും. അപ്പോൾ അത് വർക്കേഴ്സിൻ്റെ ഇടയിലൊക്കെ ഡൗട്ട്സ് തീർക്കാനൊക്കെ വലിയ രീതിയിൽ ഉപകരിച്ചിട്ടുണ്ട്. ഓക്കെ, ഏതായാലും നിങ്ങൾ ഹാപ്പിയാണ്? ഹാപ്പിയാണ്, വളരെയധികം ഹാപ്പി. ഓക്കെ, താങ്ക് യു. ഓക്കെ.